ഗൈസ്, ടെക് ഫോർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോജക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ RGB LED ബ്രൈറ്റ്നസ്, അതായത് കളറുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അത് എന്തുവാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് ചെറുതായിട്ടൊരു ബ്രീഫായിട്ടല്ല, ചെറുതായിട്ടൊരു വിശദീകരണം ഞാൻ തരാം. എന്ന് വെച്ചാൽ നമ്മുടെ RGB LED, ഇതാണ് RGB LED. ഇതിനെന്താണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 4 കളറുള്ള LED ആണ്, 3 കളർ, അതായത് റെഡ്, RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ, 3 കളറുള്ള LED ഒരുമിച്ച് വന്നേക്കുന്നതാണ് RGB LED കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 3 കളറുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ കളറുകളുടെ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കളറുകൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇതിനകത്തുള്ള LED കൺട്രോൾ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഇന്നലെ പഠിച്ച അൺലോക്ക് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷനും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് നമ്മളൊരു ഓർഡിനോ ബോർഡാണ് നമുക്ക് വേണ്ടുള്ളത്. അതേപോലെ ഓർഡിനോ ബോർഡ് കൂടാതെ നമുക്ക് പിന്നെ വേണ്ടുള്ളത് നമ്മൾ RGB LED, പിന്നെ വേണ്ടുള്ളത് ബ്രെഡ് ബോർഡ്, പിന്നെ വേണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് വയർസ്, ജമ്പർ വയർസ്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമുക്കപ്പോൾ ഇതിന്റെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാമറ എടുത്തോണ്ട് സർക്യൂട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടുള്ള നമ്മൾ RGB LED, ഇതിനകത്ത് നീളം കൂടിയ കാലുണ്ടോ, അതാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി കാലുകൾ നമ്മൾ ഈ PWM പിന്ന്, നമ്മൾ ഓർഡിനോ ബോർഡിന്റെ PWM പിന്നായതാ, ഇതിനകത്ത് PWM പിന്നെ 9, 10, 11. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഒരു പുഴു കിടക്കുന്ന പോലത്തെ ഒരു ചിഹ്നം ഉള്ളത്, അതായത് AC സർക്യൂട്ടിന്റെ ചിഹ്നം ഉള്ളത്, അതാണ് PWM പിൻസ്. അപ്പോൾ നമ്മൾ അതിനകത്താണ് കണക്ട് ചെയ്യുന്നത്. ബാക്കി 3 കാലുകൾ, ഏറ്റവും നീളം കൂടിയ കാല് നമ്മൾ ഗ്രൗണ്ടിലേക്കും. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ RGB LED നമ്മുടെ ബ്രെഡ് ബോർഡിൽ ആദ്യം തന്നെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ബ്രെഡ് ബോർഡിൽ ഞാൻ കണക്ട് ചെയ്തു. അത് തന്നെ കണക്ട് ചെയ്തു. നീളം കൂടിയ കാല് ഏതായിരുന്നു? ഇതാ ഇവിടെ രണ്ടാമത്തത് കണക്ട് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വയർ എടുത്തിട്ട് ആദ്യത്തേത് 9ലേക്ക് കണക്ട് ചെയ്തു. ആദ്യം ഇവിടെ 9ാമത്തെ ഡിജിറ്റൽ, അതായത് ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. രണ്ടാമത്തേത് എടുത്തിട്ട്, രണ്ടാമത്തെ നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പം 3ാമത്തേത് ഞാൻ കണക്ട് ചെയ്യുന്നതനുസരിച്ച് 3ാമത്തെ എടുത്തിട്ട് അത് നമ്മൾ 10ലേക്കും 4ാമത്തെ എടുത്തിട്ട് 11ലേക്കും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടെ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. നമ്മളിതിനകത്ത് റെസിസ്റ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പവറൊന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ റെസിസ്റ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. റെസിസ്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് കൊടുക്കണം. ഈ പിന്നെടുത്തിട്ട്, ആ നീളം കൂടിയ കാലിൻ്റെ പിന്നെടുത്തിട്ട് ഗ്രൗണ്ട് ഏതെങ്കിലും, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ ഈ ഗ്രൗണ്ടിൽ കൊടുക്കുകയാണ്. പിന്നൊന്ന്, രണ്ടാമത്തെ പിന്നെ ഗ്രൗണ്ടാണ് കൊടുത്തു. ഇത്രയുള്ള ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് എങ്ങനെ എഴുതുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഫോണിനകത്താണ് കോഡ് എഴുതുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് കോഡ് എഴുതുന്നത് എങ്ങനെയെന്ന് കാണാം. നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോൺ വഴിയാണ് ഇന്ന് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിനകത്ത് ഓർഡിനോ കോഡ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്കുള്ള ഐഡിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള രീതിയിലാണ് ഞാൻ ഫോൺ വഴി കോഡ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. നിങ്ങൾ ജസ്റ്റ് നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഓർഡിനോ ഒന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഓർഡിനോ ഡ്രോയിഡിൻ്റെ ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാളേഷൻ എന്തായാലും പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ഇൻസ്റ്റാളേഷൻ ആർക്കും അധികം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്ലേ സ്റ്റോറിലുള്ള ഇൻസ്റ്റാളേഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യണം, ആപ്പ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ 3 പിന്നുകൾ, അതായത് 9, 10, 11, ആ 3 പിന്നുകളിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3 പിന്നൊന്ന് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് പിന്നിനെ റെഡ് എന്ന് വിളിക്കുകയാണ്. റെഡ് ഈക്വൽ ടു 9 എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ പിന്നെ ഞാൻ ബ്ലൂ എന്ന് വിളിക്കുകയാണ്. നമുക്ക് സെമി കോളനാണ് കൊടുക്കേണ്ടല്ലോ, കോളനല്ല, സെമി കോളനാണ്. രണ്ടാമത്തെ പിന്നിന് ഞാൻ ബ്ലൂ എന്ന് പേര് വിളിക്കുകയാണ്. ബ്ലൂ എന്ന് പേര് കൊടുക്കുന്നു. അതിന് നമുക്ക് 10ാമത്തെ പിന്ന്, 10നകത്തല്ലേ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. 3ാമത്തത് ഇൻ്റെ ഗ്രീൻ, അതിന് നമ്മൾ റെഡ്, ബ്ലൂ, ഗ്രീൻ, RGB. ഓക്കെ, ഗ്രീൻ നമ്മൾ 11ാമത്തേക്ക് ഇത്രയും കൊടുത്തു. ഇത് 3 കൊടുത്തപ്പോൾ നമ്മൾ ഈ 3 പിന്നിനെ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഫംഗ്ഷൻ വിളിക്കണം, അതായത് വോയിഡ് സെറ്റപ്പ്. ആ ഫംഗ്ഷൻ വിളിക്കണം എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം മാത്രം റൺ ചെയ്യാൻ വേണ്ടിയുള്ള കോഡുകൾ എഴുതാൻ വേണ്ടിയാണ് സെറ്റപ്പ് ഫംഗ്ഷൻ വിളിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വോയിഡ് സെറ്റപ്പിനകത്ത് നമ്മൾ പിൻ മോഡ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിൻ മോഡ് കൊടുക്കുകയാണ്. പിൻ മോഡ് ഫസ്റ്റ് പിന്ന് റെഡ് പിന്ന്, ഔട്ട്പുട്ട്. ഫസ്റ്റ് അതാണ് കൊടുക്കുന്നത്. കാരണം ഔട്ട്പുട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അത് ഔട്ട്പുട്ട് കിട്ടാനുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഔട്ട്പുട്ട് എന്ന് കൊടുക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പിൻ മോഡ് വീണ്ടും വിളിച്ചിട്ടു. പിൻ മോഡ് ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മാൾ ലെറ്റർ ആണ്. പിൻ മോഡ് വീണ്ടും വിളിക്കുകയാണ്. പിൻ മോഡിനകത്ത് ഇപ്പോൾ ഉള്ള പിൻ ഏതാണ്? ബ്ലൂ പിൻ അല്ലേ?
രണ്ടാമത്തെ പിൻ ബ്ലൂ ആണ്. ബ്ലൂ അതിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഔട്ട്പുട്ട്. മൂന്നാമത്തെ പിൻ ഏതാണ്? നമ്മുടെ ഗ്രീൻ പിന്നാണ്. ആ ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ അതേപോലെ പിൻ മോഡിനകത്ത് വിളിച്ച് സെറ്റ് ചെയ്യണം. പിൻ മോഡ് എഴുതുന്ന കണ്ടല്ലേ, ആ പിന്നിന്റെ പി ക്യാപിറ്റൽ ലെറ്റർ അല്ല സ്മാൾ ലെറ്ററും മോഡ് എഴുതുമ്പോഴത്തേക്ക് മോഡിന്റെ എം ക്യാപിറ്റൽ ലെറ്ററുമാണ്. അതാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ തുടങ്ങുന്ന എപ്പോഴും സ്മാൾ ലെറ്ററിൽ നിന്നായിരിക്കണം. പിന്നുള്ള ജസ്റ്റ് അടുത്തൊരു ഇത് വരും, ഫംഗ്ഷൻ്റെ അടുത്ത കാര്യം വരുമ്പോൾ അത് ക്യാപിറ്റൽ തരണം. അതാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കോഡിംഗ് സ്റ്റാൻഡേർഡ് ഒരുപാട് കോഡിംഗ് സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പം ഇങ്ങനെ എഴുതിക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഗ്രീൻ പിന്നിൽ നമുക്ക് ഔട്ട്പുട്ട് ആയതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് 3 പിന്നിനെയും ഔട്ട്പുട്ടാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണ്ടുള്ളതെന്ന് വെച്ചാൽ ലൂപ്പ് ഫംഗ്ഷൻ വിളിക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ലൂപ്പ് ഫംഗ്ഷൻ നമുക്ക് വിളിക്കണം. വോയിഡ് ലൂപ്പ് ഫംഗ്ഷനകത്ത് നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്? അനലോഗ് റൈറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എന്താണ് അനലോഗ് റൈറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം PWM പിന്നെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അനലോഗ് റൈറ്റ് വെച്ച്, അതായത് നമുക്ക് പല കളറിലുള്ള LED ബ്ലിങ്കിങ് അല്ലേ കാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അനലോഗ് റൈറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ, അതായത് നമ്മുടെ ഡിജിറ്റൽ റൈറ്റിൽ എങ്ങനെയാണ് എഴുതുന്നത്, ഒന്നി ഹൈ അല്ലെങ്കിൽ അങ്ങനെയല്ലാത്ത കൊടുക്കുന്നത്. അതല്ലാണ്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തന്നെയായിരുന്നു LED ബ്ലിങ്കിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അനലോഗ് റൈറ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് പിൻ ഏതാണ്? റെഡ് പിൻ അല്ലേ? ആ റെഡ് പിന്നിനെ പാസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ എത്ര വോൾട്ട്, എത്ര ചാർജ്, എത്ര കറണ്ട് വേണമെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് റാൻഡം ഫംഗ്ഷൻ ആയിട്ട്, റാൻഡം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വേരിയബിൾ 0, അതായത് 0 സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് വേരിയബിൾ 255. ഞാൻ പറഞ്ഞായിരുന്നു അനലോഗിനകത്ത് മാക്സിമം 255 ആണ്. അപ്പോൾ 0 നിന്ന് 255 വരെയുള്ള വാല്യൂസിനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റാൻഡം ഫംഗ്ഷൻ കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തേക്ക് ആ റാൻഡം ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇവിടെ സെക്കൻഡ് വേരിയബിൾ ആയിട്ട് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഇതും കൂടെ, ഞാനിപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്തിടുകയാണ്. പിന്നെ കോഡ് എഴുതി ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടി ഞാൻ കോപ്പി ചെയ്തിടുകയാണ്. അനലോഗ് റൈറ്റ്, അതായത് 3 പിന്നും വേണം നമുക്ക്. ഇപ്പോൾ റെഡ് പിന്നിൻ്റെ അല്ലേ നമ്മൾ കൊടുത്തോളൂ, ബാക്കിയുള്ള 3 പിന്നും വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ബാക്കി 2 പിന്നും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്ത് കീബോർഡ് എന്ത് ചെയ്യും? പേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. അതായത് 3 പിന്നില്ലേ നമുക്ക്, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ 3 പിന്നില്ലേ. നമുക്ക് ആ പേരൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. റെഡ്, ഗ്രീൻ, രണ്ടാമത്തെ ബ്ലൂ അല്ലേ, റെഡ്, ബ്ലൂ, ഗ്രീൻ. ആ 3 പിന്ന് മാത്രം മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. ഇത്രയുള്ളത്. നമ്മളിപ്പോൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ, ഞാൻ നെറ്റിൽ നോക്കിയായിരുന്നു ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഇച്ചിക്കൂടെ എളുപ്പമെടുത്ത്, എളുപ്പമല്ലെന്നല്ല, ഇച്ചിക്കൂടെ ലൈൻ ഓഫ് കോഡ് കുറഞ്ഞ വല്ല പ്രോഗ്രാം ഉണ്ടോ എന്ന് നെറ്റിലെല്ലാം നോക്കിയായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ പ്രോഗ്രാമിലും ലൈൻ ഓഫ് കോഡ് ഒരുപാട് വാരി വലിച്ച് കുറേയൊക്കെ ചുമ്മാ എഴുതിയൊക്കെയാണ്. അപ്പോൾ അത്രയൊന്നും വേണ്ട. നമുക്ക് ഇത്രയും കാര്യം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് RGBയുടെ പ്രോഗ്രാം ചെയ്യാം. അതുകൊണ്ട് സിമ്പിൾ കോഡാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് സ്കെച്ച് മോഡിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. കമ്പൈലേഷൻ സ്റ്റാർട്ടഡ്. കമ്പൈൽ ചെയ്യുകയാണ്. കമ്പൈലേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. കമ്പൈലായി വരുന്നുണ്ട്. എന്നൊക്കെ എന്തൊക്കെ എഴുതി കാണിക്കുന്നു. നമുക്കൊന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയാണ് കുറേയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. കാരണം ഡ്രോയിഡ് ആർച്ച് എന്തൊക്കെയുണ്ട്, അത് നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കമ്പൈലേഷൻ സക്സസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ കമ്പൈലേഷൻ ഫിനിഷഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്കിനി ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ OTG കേബിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അതേപോലെ നമ്മളെ ഇതുണ്ടല്ലേ, നമ്മളെ ഓർഡിനയിലേക്ക് കോഡ് ലോഡ് ചെയ്യുന്ന പവർ കൊടുക്കുന്നതൊക്കെ ഈ കേബിൾ ഞാൻ ആദ്യം തന്നെ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോണിലേക്ക് ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഫോണിലേക്ക് ഞാൻ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയ കോഡാണ് ഈ റീഡ് ആവുന്നത്. നമുക്കത് വേണ്ട. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ്ടേ, അപ്പം നമ്മളിത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്തൊരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു. ഇപ്പം നോക്കിയാണ് കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഒരു കളർ തന്നെ. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കൈ ഇവിടെ നിന്ന് വെച്ച് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ ഒന്നും അറിയാൻ വയ്യല്ലേ, ക്യാമറയിൽ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലേക്ക് നോക്കി കണ്ട അവിടെ വേറെ കളറാണ്, പല കളറാണ് കാണിക്കുന്നത്. ഇപ്പം ക്യാമറയിൽ അറിയാൻ പറ്റുന്നില്ല
ക്യാമറ വെച്ച് പൊക്കി വയ്ക്കണം. കണ്ട കയ്യിൽ കണ്ട 3 കളറാണ് അവിടെ കത്തുന്നത്. കണ്ട കയ്യിലേക്ക് നമുക്ക് പല കളറാണ് കത്തുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒറ്റ കളറായിട്ട് വെള്ളയായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നമ്മൾ ഇതിനകത്ത് ഡിലേ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതായിരുന്നു എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഡിലേ സെറ്റ് ചെയ്യുകയാണ്. ഒരു ഡിലേ ഞാൻ അതായത് 1 സെക്കൻഡ് ഡിലേ, അതായത് 1000 കൊടുക്കുകയാണ്. 1 സെക്കൻഡ് ഡിലേ നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് എന്തായാലും എററൊന്നും വരത്തില്ല. കാരണം ഒരു ഡിലേ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു എറർ വരാനൊന്നും വരത്തില്ല. നമുക്ക് ഇനി ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നു. കോഡ് അപ്ലോഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഒരു കളർ കത്തി, രണ്ടാമത് കളർ, മൂന്നാമത് കളർ. അറിയാൻ പറ്റുന്നില്ലല്ലേ പല കളർ? എനിക്കിപ്പോൾ നോക്കിയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് പല കളറായിട്ട് അറിയാൻ പറ്റുന്നില്ല. നോക്കാം. ഇപ്പം വെള്ള കത്തുന്നു, പച്ചയാണ്. എൻ്റെ കയ്യിലേക്ക് നോക്കിയോ, എൻ്റെ കയ്യിലേക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പം വേറെ ഏതോ കളർ, പച്ചയുടെ അല്ല, കറക്റ്റ് പച്ചയല്ല. ക്യാമറയിൽ നോക്കിയിട്ട് കറക്റ്റ് ആ കളറുകൾ അറിയാൻ പറ്റുന്നില്ല. എൻ്റെ കൈ നോക്കിയോ, അതായിരിക്കും നല്ലത്. കണ്ട പല കളർ, ഇതിനകത്ത് റെഡ് ഗ്രീൻ ബ്ലൂ മാത്രമാണ് ഇത് കത്തുന്നുള്ളത്. പക്ഷേ അതല്ലാണ്ട് നമുക്ക് പല കളറിൻ്റെ കോമ്പിനേഷൻ ഇതിനകത്ത് കത്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റാത്തത്. ഇതിൻ്റെ വെട്ടം പ്രതിഫലിക്കുന്നുണ്ടോ, പല കോമ്പിനേഷൻ വരെയാണ്. ഓരോ സമയത്ത് റാൻഡമായിട്ട് വിളിച്ചേക്കുന്നതുകൊണ്ട് പല കോമ്പിനേഷൻ വന്ന് 2 കളറുകൾ ഒരുമിച്ച് കത്തുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കളറ് കത്തുന്നതായിട്ട് തോന്നുന്നതാണ്. അതാണ് ഇത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു RGB LED കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ക്യാമറയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് കറക്റ്റ് അറിയാൻ പറ്റുക. നിങ്ങൾ ഈ പ്രോഗ്രാം, അതായത് ഈ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ പവറങ്ങെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഒരു RGB LED എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അങ്ങനെ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പം ഓക്കെ, ബൈ.